കഴിഞ്ഞ 4 വർഷത്തിൽ കലാ, കായികം, സംസ്കാരം, സാഹിത്യം എന്ന് പറയുന്ന നമ്മുടെ ഈ വിഷയത്തിൽ 10-12 ലെവലിൽ കലയെന്ന ഭാഗത്ത് നിന്ന് എത്ര ചോദ്യം കഥകളി എന്ന് പറയുന്ന കലാരൂപത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ? ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു കലാരൂപം കഥകളി ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവോ? എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള PYQs ഡിസ്കസ് ചെയ്യാം. അത് കൂടാതെ എന്താ പറയാ, കഥകളി എന്ന് പറയുന്ന കലാരൂപത്തിനെ കുറിച്ചും പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ PYQ ക്ലാസിക് സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഏത് കലയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് പറഞ്ഞല്ലോ. ഏത് കലയാണ്? കഥകളിയാണ് അല്ലേ? കഥകളിയെ കുറിച്ച് വന്ന ചോദ്യം ഒന്ന് നോക്കിപ്പോവാം. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇതിന്റെ നോട്ടൊക്കെ എവിടെ കിട്ടും മിസ്സേ? നമ്മുടെ PSC മെന്റർ ടെലിഗ്രാം ചാനലിൽ ഉണ്ടാവും. ക്ലാസ് കാണുക, പോയി ആ നോട്ട് വായിച്ചു പഠിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 2022 ചോദിച്ച ഒരു ചോദ്യമാണ്. നോക്കിയേ, താഴെ പറയുന്നവയിൽ കഥകളിയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. മിനുക്ക്, പച്ച, കത്തി, കരി, താടി എന്നിവ കഥകളിയിലെ പ്രധാന വേഷങ്ങളാണ്. ആണോ? നോക്കാം. അടുത്തത്, ചെണ്ട, ശുദ്ധമദ്ദളം, ചേങ്ങില, ഇലത്താളം എന്നീ വാദ്യങ്ങൾ കഥകളിയിൽ ഉപയോഗിക്കും. ഓക്കെ, കഥകളിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, കഥകളിക്ക് അവലംബമായിട്ടുള്ള സാഹിത്യ രൂപം എന്നത് ഏതാണ്? ആട്ടക്കഥയാണെന്നാണ് ഇവര് പറയുന്നത്. അടുത്തത്, സംഭാഷണ പ്രധാനമായ സാഹിത്യ രൂപമാണ് കഥകളി എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻസ് നോക്കാം. A4 4 മാത്രമാണ് തെറ്റ് എന്നാണ് ഇവർ പറയുന്നത്. രണ്ടാമത്തേൽ 3ഉം 4ഉം തെറ്റാണെന്ന് പറയുന്നുണ്ട്. C ആയിട്ടുള്ള ഓപ്ഷനിൽ 1ഉം 2ഉം ആണ് തെറ്റ്. അതെ, അടുത്തതോ ഡിയിൽ പറയുന്നത് എന്താ? മൂന്നാമത്തെ ആ ഒരു സാഹിത്യ രൂപം എന്താ? ആട്ടക്കഥയല്ല. എന്താണ് നിങ്ങൾക്ക് ഉത്തരം എന്നുള്ളത് മനസ്സിൽ വെച്ചേക്കുക. നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് കഥകളി എന്ന് പറയുന്ന കലയെക്കുറിച്ച് പഠിച്ചു പോവാം. നമ്മുടെ മിനിസ്ട്രി ഓഫ് കൾച്ചർ പ്രകാരം നമ്മുടെ ഇന്ത്യയിലെ കലാരൂപങ്ങൾ, ക്ലാസിക്കൽ നൃത്തങ്ങൾ എടുക്കുന്ന സമയത്ത് നമുക്ക് 9 ക്ലാസിക്കൽ നൃത്തങ്ങളാണ് ഉള്ളത്. ഇതിൽ കേരളത്തിൽ നിന്നും മാത്രം 2 കലാരൂപങ്ങൾ ക്ലാസിക്കൽ നൃത്തമായിട്ട് നമ്മുടെ മിനിസ്ട്രി ഓഫ് കൾച്ചർ അംഗീകരിച്ചിട്ടുണ്ട്. ഏതാണ്? ഒന്ന് കഥകളിയും 2 മോഹിനിയാട്ടവുമാണ് കേട്ടോ. 2 എന്താണ്? മോഹിനിയാട്ടാണ്. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യവും ആവാം. ഓക്കെ, ഇതൊരു ചോദ്യമായിട്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ കഥകളി എന്നുള്ള ഈ കലാരൂപത്തിന് കുറച്ച് സ്റ്റോറീസ് ഉണ്ട്. എന്താ ഒരു കഥ എന്നുള്ളത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. എന്താ? നമ്മുടെ കോഴിക്കോടുള്ള സാമൂതിരി കൃഷ്ണനാട്ടം എന്ന് പറയുന്ന കൃഷ്ണനെ കുറിച്ചുള്ള കഥകളൊക്കെ ആടിക്കാണിക്കുന്ന ഒരു ക്ലാസിക്കൽ നൃത്തരൂപം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കല മുന്നിലേക്ക് കൊണ്ടുവരുന്നു. കൃഷ്ണഗീതി എന്നൊക്കെ പറയുന്നതായിരുന്നു അതിന്റെ സാഹിത്യ രൂപം. അപ്പം കൃഷ്ണനാട്ടം വരികയായി. അപ്പോ സാമൂതിരി കുറച്ച് മേളിലാണ്, കോഴിക്കോടുള്ള ആളാണ്. താഴെ കൊല്ലത്ത്, ഇപ്പൊ കൊല്ലം എന്ന് പറയാം, കൊട്ടാരക്കരയിലുള്ള കൊട്ടാരക്കര തമ്പുരാൻ എന്താണ്? ഈ ഒരു കല നമുക്കൊന്ന് കാണണമല്ലോ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം വരികയും ഇദ്ദേഹം എന്താണ് കോഴിക്കോടുള്ള സാമൂതിരിയോട് അല്ലെങ്കിൽ രാജാവിനോട് ചോദിക്കുകയാണ്, ഒന്ന് ആ ഒരു ടീമിനെ നമ്മുടെ അടുത്തേക്ക് വിടാമോ എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പോ ആണെങ്കിൽ കോഴിക്കോടുള്ള സാമൂതിരി വൻ പുച്ഛം, നിങ്ങള് കാണണമെന്നില്ല, നിങ്ങൾ ചെക്കന്മാരൊന്നും കാണണ്ട എന്നുള്ള രീതിയിൽ പുച്ഛിച്ചു വിടുന്നു. അപ്പൊ കൊട്ടാരക്കര തമ്പുരാൻ എന്താ വെറുതെ ഇരിക്കോ? ഇല്ല, നീ കൃഷ്ണനാട്ടം അല്ലെങ്കിൽ കൃഷ്ണന്റെ ആട്ടമാണ് ഉണ്ടാക്കുന്നെങ്കിൽ ഞാൻ രാമനാട്ടം ഉണ്ടാക്കും. രാമന്റെ കഥകൾ ആടിക്കാണിക്കുന്ന രീതിയിൽ എന്താണ് കൃഷ്ണനാട്ടത്തിനെ കാട്ടി പൊലിമയില് ഒരു ക്ലാസിക്കൽ നൃത്തരൂപം അദ്ദേഹം കൊണ്ടുവരും. അതാണ് എന്ത്? രാമനാട്ടം. ഈ രാമനാട്ടത്തിൽ പല ചിട്ടകൾ മാറുകയും പല സമ്പ്രദായങ്ങൾ മാറുകയും മാറിയാണ് നമ്മുടെ മുന്നിലേക്ക് എന്ത് വരുന്നത്? കഥകളി എന്ന് പറയുന്ന ഒരു കലാരൂപം മുന്നിലേക്ക് വരുന്നത്. 17ാം നൂറ്റാണ്ടോടാണ് കഥകളി എന്ന് പറയുന്ന കലാരൂപം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം ഓർക്കാം. അപ്പൊ പൊട്ടൻഷ്യലി PSC ഡിഗ്രി പ്ലിംസും മെയിൻസും ഈവൻ 10-12 ലെവലിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്. എന്താ ഈ സമ്പ്രദായം? ആ രാമനാട്ടത്തിൽ നിന്ന് നമ്മുടെ കഥകളിയിലേക്കുള്ള ഒരു മാറ്റം, അത് പല സമ്പ്രദായങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താ വരുന്നത്? കഥകളിയായിരുന്നു കേട്ടോ. അപ്പൊ ഇനി അത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങളോട് ചോദിക്കാം. അപ്പൊ ഈ സമ്പ്രദായങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ഓർക്കുക, ഒത്തിരി പൊട്ടൻഷ്യലി ആൻസർ ആയിട്ട് വരാൻ സാധ്യതയുള്ളത് എന്താ? കഥകളിയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ചു പോവാം. കഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് നമ്മുടെ കഥകളി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പൊ കേരളത്തിന്റെ തനതായ ദൃശ്യ കലാരൂപമാണ്
കഥകളി എന്നുള്ളത് ഓർക്കുക. രാമനാട്ടം എന്ന കലാരൂപം പരിഷ്കരിച്ചാണ് കഥകളി ഉണ്ടാവുന്നത്. ആ കഥയാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. പല തവണ PSC ചോദിച്ചിട്ടുണ്ട്. രാമനാട്ടം എന്നുള്ള കഥയാണ്. ഇപ്പൊ ഓപ്ഷനിൽ എന്തായാലും കൃഷ്ണാട്ടം കാണും, വേറെ കലാരൂപങ്ങൾ ഇപ്പൊ കൂടിയാട്ടം ഒക്കെ ഉണ്ടാവും. കൂടിയാട്ടം ഒന്നും അല്ല, രാമനാട്ടാണ് നമ്മുടെ ഉത്തരം എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി കഥകളിയുടെ സാഹിത്യ രൂപം നമ്മൾ മുന്നേ കണ്ട ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ആട്ടക്കഥയാണ് കഥകളിയുടെ സാഹിത്യ രൂപം എന്നുള്ളത് ഓർക്കുക. അപ്പൊ നിങ്ങളോട് ചോദിക്കാം, കഥകളിയിൽ ഉപയോഗിക്കുന്ന എന്താണ് സംഗീതം ഏത് എന്ന് ചോദിച്ചാൽ അത് കർണാടക സംഗീതവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഹിന്ദുസ്ഥാനിന്നോ അങ്ങനെ എന്തെങ്കിലും തരുവാണെങ്കിൽ ഓർത്തോണം, അത് സോപാന സംഗീതമാണ് കേട്ടോ. സോപാന സംഗീതമാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം എന്നുള്ളത് ഓർക്കുക. സാഹിത്യ രൂപം എന്ന് പറയുന്നത് എന്താ? ആട്ടക്കഥയാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പൊ മുന്നേ കണ്ട ക്വസ്റ്റ്യനിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ശരിയാക്കി, അപ്പം ഉത്തരം മാറിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് നോക്കാം. ഇനി ഇതിന്റെ ഉപജ്ഞാതാവ് ആരാണ് എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. ആരായിരുന്നു? കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി നമ്മുടെ ഓപ്ഷനിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലെ സ്റ്റേറ്റ്മെന്റിൽ ഒന്നായിരുന്നു കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏത് എന്നുള്ളത്. ഓർത്തു വെക്കണം, ചെണ്ട, ശുദ്ധമദ്ദളം, ചേങ്ങില, ഇലത്താളം, ഇടയ്ക്ക, ശംഖ്. ചെണ്ട, ശുദ്ധമദ്ദളം, ചേങ്ങില, ഇലത്താളം, ഇടയ്ക്ക, ശംഖ് ഇവയാണ് പ്രധാന വാദ്യോപകരണങ്ങൾ. എന്തൊക്കെയാ? ചെണ്ട, ശുദ്ധമദ്ദളം, ചേങ്ങില, ഇലത്താളം, ഇടയ്ക്ക, ശംഖ്. ചിലപ്പം PSC രണ്ടെണ്ണം ഒക്കെ എടുത്ത് തരുവാണെങ്കിൽ ചെണ്ടയും ശുദ്ധമദ്ദളം ഒക്കെ ആവും വന്നോണ്ടിരിക്കുക. ചെണ്ട മദ്ദളം എന്നുള്ളതാവാം ഓപ്ഷനിൽ ഉണ്ടാവുക. അപ്പം ചെണ്ട മദ്ദളം തന്നെ കുത്തുക. ഓക്കെ. അപ്പൊ അല്ലാതെ ഇപ്പം മിഴാവ് എന്നൊക്കെ കൂട്ടിച്ചേർത്ത് പല ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ചെണ്ടയും മദ്ദളമാണ് PSC രണ്ട് വാദ്യോപകരണങ്ങൾ, പ്രധാന വാദ്യോപകരണങ്ങൾ ചോദിച്ചാൽ ഉത്തരവായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പം അതും PSCയുടെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെയും നമുക്ക് എന്ത് കിട്ടി? ഒരു മാർക്ക് കിട്ടിപ്പോയേട്ടോ. അപ്പം ഇത് പഠിച്ചു വെച്ചേക്കാം. ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് കഥകളിയിലെ ആദ്യത്തെ ചടങ്ങ് ഏത് എന്നുള്ളത് പല തവണ PSC ചോദിച്ചിട്ടുണ്ട്. കഥകളിയിലെ പ്രധാന ചടങ്ങുകൾ എടുക്കുന്ന സമയത്ത് ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് എന്താ? കേളികൊട്ടാണ് കേട്ടോ. ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് കേളികൊട്ടാണ്. എന്താണ് കേളികൊട്ട്? എല്ലാവരെയും പോയി വിളിക്കുന്നതായിട്ടുള്ള ഒരു ഇതാണ് കേളികൊട്ട് എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് കഥകളി നടക്കുന്ന സമയത്ത് എല്ലാവരെയും പോയി വിളിക്കുന്നതായിട്ടുള്ള ചടങ്ങാണ് കേളികൊട്ട്. അത് കഴിഞ്ഞിട്ടുള്ളത് അരങ്ങുകേളിയാണ്. അരങ്ങുകേളി സ്റ്റേജിൽ ഒരു അനൗൺസ്മെന്റ് ആണ്. പിന്നെ നിങ്ങൾ ജസ്റ്റ് ഇത് കാണാതൊന്നും പഠിക്കേണ്ട. തോടയമുണ്ട്, അത് തുടക്കക്കാരുടെ പെർഫോമൻസ് ആണ്. പിന്നെ മേളപ്പദം ഉണ്ട്, വന്ദന ശ്ലോകം ഉണ്ട്. വന്ദന ശ്ലോകം കൂടെയുള്ള ടീമിൽ പാടുന്നതാണ്. ശിങ്കിടി എന്ന് പറയുന്ന ആൾക്കാരൊക്കെ പാടുന്നതാണ്. പുറപ്പാടുണ്ട്. പുറപ്പാട് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു പച്ച കഥാപാത്രം വന്ന് അല്ലെങ്കിൽ ആ ഒരു സാത്വിക കഥാപാത്രം, മെയിൻ കഥാപാത്രം എല്ലാവരെയും ക്ഷണിക്കുന്നതായിട്ടുള്ളതായിരുന്നു. പിന്നെ കഥാരംഭമാണ്, കഥ അഭിനയിച്ചു കാണിക്കുന്നു. ഏറ്റവും അവസാനം എന്താണ്? ധനാശിയാണ്. അപ്പൊ ഈ ഓർഡർ ഒന്നും നിങ്ങൾ പഠിച്ചു വെക്കണമെന്നില്ല. നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത് ആദ്യ ചടങ്ങ് ഏതെന്ന് ചോദിച്ചാൽ അത് കേളികൊട്ടും, ഏറ്റവും അവസാനത്തെ ചടങ്ങ് ഏതെന്ന് ചോദിച്ചാൽ ധനാശിയും. ഇത്രയും കാര്യങ്ങൾ മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയാവും. ഇനി ഈ ഒരു വേഷങ്ങളൊക്കെ കണ്ടോ? വേഷങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ KS മെനന്റെ സ്റ്റുഡൻസിന് മാത്രമായിട്ട് നമ്മൾ കോമൺ മെന്റർഷിപ്പ് പ്രോഗ്രാമുകൾ കൊടുക്കാറുണ്ട്. നിങ്ങളെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റുകളിലെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തി തരുന്നു. NCERT, SCERTയിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെ, കലാഭാഗങ്ങൾ എങ്ങനെ പഠിക്കാം, അത് ക്വസ്റ്റ്യൻസിലൂടെ എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓരോ സബ്ജക്റ്റിന്റെ ഫാക്കൽറ്റീസ് വന്നിട്ട് നിങ്ങളെ 19ഓളം ചോദ്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ ആ ഒരു നമ്മളൊരു ഗെയിം ഒക്കെ കളിച്ചിട്ടാണ് അത് പഠിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് എക്സ്ക്ലൂസീവ്ലി ഉള്ള പ്രോഗ്രാമാണ് കോമൺ മെന്റർഷിപ്പ് പ്രോഗ്രാം. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഫോം ഉണ്ടാവും, അത് ഫില്ല് ചെയ്തിട്ട് ടീമിനെ കോൺടാക്ട് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ആ ഒരു വേഷങ്ങളിലേക്ക് പോകാം. നോക്കിയേ, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. കഥകളി കാണുന്ന സമയത്ത് നമുക്കറിയാം കുറേ ആൾക്കാർ പെർഫോം ചെയ്യുന്നുണ്ട് അല്ലേ. അതിൽ ഓരോരുത്തരുടെയും മേക്കപ്പും കോസ്റ്റ്യൂമും എല്ലാം വേറെ വേറെ ആയിരിക്കും. നോക്കിയേ, അങ്ങനെ നമുക്ക് തരംതിരിക്കാൻ പറ്റുന്നതായിട്ടുള്ള 6 മേക്കപ്പ് ആണുള്ളത് അല്ലെങ്കിൽ ചുട്ടിയാണുള്ളത്. ഒന്നാമത്തത് പച്ചയാണ് കേട്ടോ. നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടതാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടതാണ് പച്ച എന്നുള്ളത്. പച്ച എപ്പോഴും ആ ഒരു കഥയിൽ ഇപ്പൊ രാമായണം വരുവാണെങ്കിൽ രാമൻ, അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളൊരു സിനിമ എടുക്കുകയാണെങ്കിൽ നായക കഥാപാത്രങ്ങൾ ആരൊക്കെയോ അവരാണ് പച്ചയായിട്ട് വരിക. അടുത്തത് കത്തിയാണ്. കത്തി എന്ന് പറയുന്നതാണ് നമ്മുടെ നെഗറ്റീവ് അല്ലെങ്കിൽ വില്ലന്മാരുണ്ടാവുമല്ലോ, രാവണൻ പോലെയുള്ള ആൾക്കാര്, അത്
കത്തിയാണ്. പിന്നെ കരി എന്ന് പറയുന്നത് രാക്ഷസ കഥാപാത്രങ്ങളാണ്. ഇപ്പൊ സ്ത്രീ കഥാപാത്രങ്ങളും വരാം. ഇപ്പം എന്താ പറയുക, കാട്ടിലുള്ള കാട്ടാള സ്ത്രീകള്, ശൂർപ്പണഖ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കരിയായിരിക്കും എടുക്കുക. പിന്നുള്ളത് താടിയാണ് കേട്ടോ. താടി എന്ന് പറയുന്നത് മെയിൻലി വാനരന്മാരാണ് ആ കഥയിൽ വരിക. ഇപ്പൊ ഹനുമാൻ ആണെങ്കിൽ വെളുത്ത താടിയാവും ഉണ്ടാവുക. ഇനി ഈ താടി കറുപ്പാണെന്നുണ്ടെങ്കിൽ എന്താ, വാനരന്മാര് വില്ലന്മാരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനി ഈ താടി ചുമപ്പാണ് എന്നുണ്ടെങ്കിൽ എന്താ, അവര് അംഗരക്ഷകരെ പോലെ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇപ്പൊ ശ്രീലങ്ക അല്ല, ലങ്കയിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന കാര്യമൊക്കെ കാണിക്കുന്ന സമയത്ത് അതില് ചുമപ്പ് താടിയുള്ളവരുണ്ടാവാം, കറുപ്പുണ്ടാവാം, അങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. പിന്നുള്ളത് മിനുക്കാണ്. മിനുക്ക് എന്ന് പറയുന്നത് എന്താ, സ്ത്രീ കഥാപാത്രങ്ങൾ, ബ്രാഹ്മണർ, ഇങ്ങനെയുള്ള കഥാപാത്രം വരുന്ന സമയത്ത് മിനുക്കും. പഴുപ്പ് ഇങ്ങനെ ഇപ്പൊ സ്വർഗത്തിൽ നിന്നുള്ള എന്തെങ്കിലും കഥാപാത്രം, ശിവൻ, നാരദൻ, ഇങ്ങനെയുള്ള ആൾക്കാർ വരുന്ന സമയത്ത് എന്താ, പഴുപ്പും ആയിരിക്കും അവരുടെ ആ ഒരു മേക്കപ്പ്. അപ്പൊ പച്ച, കത്തി, കരി, താടി, മിനുക്ക്, പഴുപ്പ് എന്നുള്ളതാണ് ഈ ഒരു വേഷങ്ങൾ എന്നുള്ളത് ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ മേക്കപ്പ് അനുസരിച്ച് നമുക്ക് കഥ കാണുമ്പോൾ മനസ്സിലാവും, ഇയാള് വില്ലനാണ്, ഇയാള് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, അപ്പൊ അത് ഇവർ ഇന്നതായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ മേക്കപ്പ് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാവും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കാം. ഇനി നമുക്ക് നിങ്ങളുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനു മുന്നേ നമുക്ക് എന്ത് നോക്കണം, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ നോക്കണം. അപ്പൊ താഴെ പറയുന്നവയിൽ കഥകളിയുമായി ബന്ധപ്പെടാത്ത എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ പ്രസ്താവന ഏതൊക്കെയാണ് അല്ലെ ബന്ധപ്പെടാത്തത് നോക്കാം. മിനുക്ക്, പച്ച, കത്തി, കരി, താടി എന്നിവ എന്താണ് കഥകളിയിലെ പ്രധാന വേഷങ്ങളാണ്, ആണല്ലോ. അപ്പൊ ഇത് ശരിയാണ്. ഇനി ചെണ്ട, ശുദ്ധമദ്ദളം, ചെങ്ങില, ഇലത്താളം എന്നിവ പ്രധാന വാദ്യോപകരണങ്ങളാണ്, കറക്റ്റ് ആണ്. കഥകളിക്ക് അവലംബമായിട്ടുള്ള സാഹിത്യ രൂപം എന്ന് പറയുന്നത് എന്താ, ആട്ടക്കഥയാണ്, നമ്മൾ പറഞ്ഞു. ഇനി സംഭാഷണ പ്രധാനമായ സാഹിത്യ രൂപമാണ് കഥകളി, ആണോ? അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണോ? അല്ല, അഭിനയം, സംഗീതവുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണല്ലേ. അപ്പൊ സംഭാഷണപ്രദമല്ല. അപ്പൊ നമ്മുടെ ഉത്തരം എന്താടാ വരുന്നത്, എ ആണ്. 4 ഇതിനകത്ത് തെറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരം ഇപ്പൊ പഠിച്ചത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ. സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ ഒരിക്കലും പേടിക്കരുത്, നമുക്കത് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചു തരട്ടെ. ഇതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യും. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിന്റെ പേരെന്ത് എന്നുള്ളതാണ്. തിരനോട്ടം, പുറപ്പാട്, കേളികൊട്ട്, തോടയം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതാണ്. ക്ലാസ് ഫുള്ളും നന്നായി കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, PSC ചോദിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ ക്ലാസ് ആർട്സ്, സ്പോർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ അല്ലെങ്കിൽ കലാകായികം, സാഹിത്യം, സംസ്കാരം എന്ന് പറയുന്ന ഭാഗത്തിലെ കലയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നോട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇനി ഇതേപോലെ അല്ലെങ്കിൽ ഇതിനെക്കാട്ടി 2 മടങ്ങ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് മാത്സ് അല്ലേ. അഭിൻ സാറിന്റെ ഒരു മാത്സ് ക്ലാസ് അപ്പായിട്ടുണ്ട്. കോഡിംഗ്, ഡീകോഡിന്റെ ആണ്. അപ്പൊ അതെന്തായാലും ഒന്ന് എടുത്ത് കാണാൻ നിങ്ങൾ ആരും മറക്കരുത്. അപ്പൊ ആ ഒരു സബ്ജക്റ്റ് നമ്മുടെ യൂട്യൂബിൽ വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടു നോക്കൂ. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രം എടുത്താണ് നമ്മൾ ആ ഒരു ക്ലാസ്സസ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ യൂട്യൂബ് വീഡിയോസ് എല്ലാം കാണുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ, കമന്റ് ചെയ്യുക ഉത്തരം, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായാലും PYQ ക്ലാസിക്സിന്റെ വേറൊരു സീരീസിൽ കാണാം, വേറൊരു ക്ലാസ്സിൽ കാണാം. അപ്പോൾ എന്തായാലും till then we meet. Bye.